ഇടതു രാഷ്ട്രീയം ഉപേക്ഷിച്ച് ദേശീയതയ്ക്കൊപ്പം ബി.ജെ.പിക്കൊപ്പം ചേർന്ന റെജി ലൂക്കോസിന് അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ കോട്ടയത്ത് ബി.ജെ.പി നേതൃത്വം സ്വീകരണം നൽകിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഷാൾ അണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇതുവരെ അങ്ങയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന അങ്ങയുടെ നാട്ടുകാരനായ അദ്ദേഹം ഇപ്പോൾ അങ്ങയുടെ പ്രസ്ഥാനത്തോടൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ബി.ജെ.പിയിലേക്കുള്ള പ്രവേശനത്തെ? ഇല്ല, അദ്ദേഹം ഭാരതീയതയിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിലുള്ള ഒരു അംശമാണത്. കാരണം തീർച്ചയായിട്ടും എല്ലാ ഭാരതീയരിലും ഭാരതീയത എന്നുള്ള വികാരമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ആത്മാർത്ഥതയുള്ളവർ അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. ആശയപരമായിട്ട് തകർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും, അത് രണ്ട് പാർട്ടിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽപ്പില്ല എന്ന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, ബദ്ധശത്രുക്കളായിരുന്ന അവർ ഇന്ത്യ അലയൻസ് എന്നുള്ള രീതിയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒന്നാക്കുകയാണ്. അവിടെ നിന്ന് ആ ചിന്താക്കുഴപ്പം തുടങ്ങി. കാരണം മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള ചിന്തയിൽ നിന്ന് അവർ തമ്മിൽ യോജിക്കുന്ന ആശയ വൈരുദ്ധ്യതയുണ്ടായി. അതിൽ നിന്നുണ്ടായ ആ ചിന്താക്കുഴപ്പം എല്ലാ പാർട്ടിക്കാരെയും ബി.ജെ.പിയിലേക്ക് ആകർഷിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. മാത്രമല്ല, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്ന വികസനമാണ്, ഭാരതത്തിൻ്റെ വികസനമാണ്. അടുത്ത തലമുറയെങ്കിലും ഒരു വികസിത രാജ്യത്തിൽ ജീവിക്കണമെന്ന നരേന്ദ്രമോദിയുടെ ആ സങ്കല്പമാണ് അദ്ദേഹം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീ റെജി ലൂക്കോസിനെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്നലെ വരെ ഇടത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്ന അങ്ങ് ബി.ജെ.പിയിലേക്ക് ദേശീയതയ്ക്കൊപ്പം എത്തുമ്പോൾ റെജി ലൂക്കോസ് എന്ന രാഷ്ട്രീയ പൊതുപ്രവർത്തകന് ഇനി അങ്ങോട്ടുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയായിരുന്നു? ആ മാറ്റം ഇന്നലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ തിരുവനന്തപുരത്ത് ആദരണീയ സംസ്ഥാന പ്രസിഡന്റ് എന്നെ ഈ പാർട്ടിയിലേക്ക് നിറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് സ്വാഗതം ചെയ്തപ്പോൾ ആ മാരാർജി ഭവനിലേക്ക് ഞാൻ കാലെടുത്ത നിമിഷം തന്നെ എനിക്ക് ലഭിച്ചൊരു സ്നേഹം, ഒരു സമുന്നതരായ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെല്ലാം കൂടി എൻ്റെ ജീവിതത്തിൽ ഞാനിതിലും കാര്യമായി സ്നേഹിച്ചിരുന്നൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാൾക്ക് ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു വേദിയിൽ നിങ്ങൾക്ക് അതുപോലെ സ്നേഹം കിട്ടത്തില്ല. ഇന്ന് എനിക്ക് കിട്ടിയ സ്നേഹവും അവർ നൽകി ആ സാഹോദര്യവും എന്നെ വളരെ ടച്ച് ചെയ്തു. ഞാനൊരു ആശയത്തിൻ്റെ മാറ്റമാണ് ഈ പാർട്ടിയിലോടൊപ്പം ചേർന്നത്, അല്ലാണ്ട് മറ്റൊന്നും മോഹിച്ച് വന്ന ഒരാളല്ല. ആ ആശയം എന്ന് പറയുന്നത് വളരെ പതിറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ദർശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചറിയാം. ഈ രാജ്യം ഭരിക്കുന്ന കഴിഞ്ഞ 11 വർഷത്തിലേറെയായി ഈ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളം വിട്ട് ഉത്തരേന്ത്യയിലെ നാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വളരെ വിസിബിളാണ്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളുകളല്ല. അന്നൊക്കെ മനസ്സിൽ തോന്നാറുണ്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് അതിൻ്റെ 10-1 പോലും അടുത്ത് നമ്മൾ വികസിച്ചിരുന്നില്ല. എന്നാൽ തെറ്റാണ്. നമ്മുടെ റോഡിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെയും പ്രൊഡക്ഷൻ ഹബിൻ്റെയും കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ ഉയർന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞു. 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ വളർന്നു. ഒരു കാലത്ത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ദരിദ്രരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും പാമ്പുകളെയും ഭക്ഷിക്കുന്ന നാടെന്ന്, ഞാൻ അമേരിക്കയിൽ 2023 ലാൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചാൽ ആകപ്പാടെ അറിയാവുന്ന 2 പേരുകളിൽ 10 പേരോട് ചോദിച്ചാൽ 2 പേര് പറയും ഗാന്ധിജി, 8 പേര് പറയും മദർ തെരേസ. വേറെ ഒരു മനുഷ്യനെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ച് അറിയത്തില്ല. ആ സമയം നിങ്ങൾ ഈ ലോകത്തിൽ എവിടെ പോയാലും ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനൊരു അഭിമാനത്തോട് പറയും, ഓ ഇന്ത്യ ഗ്രേറ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ. എന്നെക്കാലൊക്കെ എത്രയോ യാത്ര ചെയ്ത ജോർജ് സാറ്. അതിന് മാറ്റം വരുത്തിയത് മനസ്സിൽ കുറേ നാളായിട്ട് ചിന്തയുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന് നേതൃത്വമാണ്. അപ്പോൾ എന്നെപ്പോലുള്ളവർ ചുമ്മാ ചാനലിരുന്ന് നുണ പറയുമ്പോൾ ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും എന്നോടൊപ്പം അടുത്തിരിക്കുന്ന ആളുടെ ഞാൻ പറയും, ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതനായ വിഷമം തോന്നുന്നു പറയും. പക്ഷേ ഗ്രാജുവലി ഞാൻ മനസ്സിലാക്കി, തെറ്റായ റൂട്ടിലൂടെ ദ്രവിച്ച ഒരു ആശയത്തിന് പുറകെ പോകുന്നതിൽ അർത്ഥമില്ല. ഈ നാടിനെ വികസിപ്പിക്കുന്ന നമ്മുടെയൊക്കെ കാലങ്ങളിൽ മുമ്പോട്ട് പോയി പുറകെ വരുന്നൊരു 2-3 തലമുറയുണ്ട് ഇനി അങ്ങോട്ടുള്ള. അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ നാട് ഒരു വികസിത നാടായി മാറണം. അത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നമ്മൾ കേരളം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ആ മുദ്രാവാക്യം ഉയർത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തോടൊപ്പം യാത്ര ചെയ്യണം, അതിനോടൊരു ഭാഗമായിട്ട് മാറണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ വന്നത്. ഇനി അങ്ങോട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടി നിർദ്ദേശിക്കുന്ന അതനുസരിച്ചും അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അത്
ഞാൻ വളരെ സന്തോഷവാനാണ്. ഇന്നലെ പ്രത്യേകിച്ച് ഇന്ന് വരെ എനിക്ക് കിട്ടുന്ന പല മെസ്സേജുകളും ട്രോളുകളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷേ എനിക്ക് കിട്ടുന്ന ഫോൺ കോളും മുതിർന്ന മാധ്യമപ്രവർത്തകർ, അതുകൂടാണ്ട് തന്നെ എൻ്റെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് യോജിക്കുന്ന പലരും പല ഭാഗങ്ങളിൽ നിന്നും എന്നെ വിളിച്ച തീരുമാനം വളരെ ഉചിതമാണ്, നല്ല തീരുമാനമായിരുന്നു എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിലുപരിയായിട്ട് എൻ്റെ കുടുംബം ഇതിനോട് ഞാനത് എൻ്റെ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ അവരൊക്കെ വിദേശത്താണ്, അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ ഇത് എതിർക്കുമെന്നൊരു ഭയമാണ്. പ്രത്യേകിച്ച് എൻ്റെ മൂത്ത സഹോദരി, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതിൽ എന്നും എന്നെ വഴക്ക് പറയും. പക്ഷെ അവരെല്ലാവരും ഇന്നലെ ഞങ്ങൾ ഒത്തുകൂടി, ഇന്ന് വൈകിട്ടും ഒത്തുകൂടുകയാണ്. അവരെല്ലാവരും പറഞ്ഞത് ഏറ്റവും നല്ല തീരുമാനമാണ്, കൺഗ്രാജുലേഷൻസ് ആണ് എൻ്റെ സഹോദരങ്ങളും കുടുംബവും പറഞ്ഞത്. അതും എന്നെ ആകർഷിച്ചു. പ്രത്യേകിച്ച് ജോർജ് സാറിനെ പോലെ ഒരാളുടെ ഇന്നും ഇവിടെ ഈ ആദരവ് നേടിയതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഇനി BJPയിലേക്ക് മികച്ച തീരുമാനവുമായി BJPക്കൊപ്പം ചേരുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുൻ മുരളി.